Good morning to all. Today we are discussing insertion sort. It is a simple comparison type sorting algorithm. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സെഷനിൽ പഠിച്ചതുപോലെ ബബിൾ സോർട്ടും സെലക്ഷൻ സോർട്ട് പോലെ തന്നെ ഇൻസേർഷൻ സോർട്ട് ഒരു കമ്പാരിസൺ ടൈപ്പ് സോർട്ടിംഗ് അൽഗോരിതമാണ്. ദിസ് അൽഗോരിതം ഡിവൈഡ്സ് ദ ലിസ്റ്റ് ഇൻ ടു പാർട്സ്. നമ്മൾ സെലക്ഷൻ സോർട്ടിൽ പഠിച്ചു, തന്നിട്ടുള്ള അറയെ അല്ലെങ്കിൽ ലിസ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ സോർട്ടിംഗ് ഓർഡറിലേക്ക് അതിനെ മാറ്റുന്നത്. ഇവിടെ അതുപോലെ തന്നെ രണ്ട് പാർട്ടുകളുണ്ട് അല്ലെങ്കിൽ രണ്ട് സബ് ലിസ്റ്റായിട്ടാണ് തന്ന ലിസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സോർട്ടഡ് ലിസ്റ്റ് അല്ലെങ്കിൽ സോർട്ടഡ് പാർട്ട്, രണ്ടാമത്തെ അൺസോർട്ടഡ് പാർട്ട്. ഇറ്റ് വർക്ക്സ് ബൈ ടേക്കിംഗ് എലമെൻറ്റ്സ് ഫ്രം ദ ലിസ്റ്റ് വൺ ബൈ വൺ and inserting them into their correct position into a new sorted list by shifting other elements if required. രണ്ട് ലിസ്റ്റാണുള്ളത്. ആ ലിസ്റ്റിൽ അൺസോർട്ടഡ് ലിസ്റ്റ് നമ്മൾ എലമെൻ്റ് എടുക്കും, എന്നിട്ട് സോർട്ടഡ് ലിസ്റ്റിൽ എവിടെയാണോ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്, എവിടെയാണോ അതിൻ്റെ പൊസിഷൻ വരുന്നത്, അങ്ങോട്ട് ആ എലമെൻ്റ് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എലമെൻ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്കാറും അവിടെ ഷിഫ്റ്റ് ഓപ്പറേഷനും നമുക്ക് വരും. അതെ, അപ്പോൾ ഷിഫ്റ്റ് ഓപ്പറേഷൻ നടത്തിയിട്ടാണ് നമ്മളവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. ആൾറെഡി നമുക്ക് നമുക്ക് തന്നിട്ടുള്ള അറയിലുള്ള ഒന്നാമത്തെ എലമെൻറ്റ് അടങ്ങുന്ന അതിനെ ഒരു സോർട്ടർ ലിസ്റ്റും ബാക്കി എല്ലാ എലമെൻറ്റ്സും അൺസോർട്ടർ ലിസ്റ്റും ആക്കിയിട്ടാണ് എടുക്കുന്നത്. വി അസ്യൂം ദാറ്റ് ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ആൾറെഡി ഇൻ ദ സോർട്ടഡ് ലിസ്റ്റ്. വി സെലക്ട് ദ നെക്സ്റ്റ് എലമെൻറ്റ് ഫ്രം ദ അൺസോർട്ടർ ലിസ്റ്റ്. പിന്നെ നമ്മൾ അൺസോർട്ടർ ലിസ്റ്റിൽ നിന്ന് അടുത്ത എലമെൻറ്റ് എടുക്കും, എന്നിട്ട് ഇപ്പം സോർട്ടർ ലിസ്റ്റിലുള്ള ഒരു എലമെൻറ്റ് അതുമായിട്ട് കമ്പയർ ചെയ്യും. എന്നുവെച്ചാൽ ഈ സെലക്റ്റഡ് എലമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫസ്റ്റ് എലമെൻറ്റ്. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള എലമെൻറ്റ് ഇപ്പോൾ സോർട്ടർ ലിസ്റ്റിലുള്ള എലമെൻറ്റിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അതിൻ്റെ സോർട്ടറിൽ ഇപ്പോൾ ഉള്ള എലമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മളത് പൊസിഷൻ ചെയ്യുക. അതല്ല ലെസ് ദാൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് പൊസിഷൻ ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു തന്നിട്ടുള്ള ലിസ്റ്റിനെ സോർട്ടർ ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ: സോർട്ട് ദ ഗിവൺ അറേ ബൈ യൂസിങ് ഇൻസേർഷൻ സോർട്ട്. 5 എലമെൻറ്റ്സ് ആണുള്ളത്. ഓപ്പറേഷൻ നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ എലമെൻറ്റ് നമ്മൾ സോർട്ടർ ലിസ്റ്റിൽ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 9 ആണ്. 9 സോർട്ടർ ലിസ്റ്റ് ആക്കി എടുത്തു, സോർട്ടഡ് സബ് ലിസ്റ്റ് അല്ലെങ്കിൽ സോർട്ടർ പാർട്ടിലെടുത്തു. രണ്ടാമത്തത് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും അൺസോർട്ടർ പാർട്ടാക്കിയും എടുത്തു. ഇനി നമ്മൾ അതിൽ നിന്ന് അൺസോർട്ടർ പാർട്ടിൽ നിന്ന് അടുത്ത എലമെൻറ്റ് സെലക്ട് ചെയ്യണം. അതിനാണ് സെറ്റ് i ഈക്വൽ ടു 1. ഇൻഡെക്സ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. i ഈക്വൽ ടു 1. എന്നിട്ട് ആ എലമെൻറ്റിനെ ടംബ് എന്ന് പറയുന്ന വേരിയബിളായി അറേ ഓഫ് i, ഇവിടെ അറേയുടെ പേരാണ് ARR ഓഫ് 1 എന്ന് വെച്ചാൽ 5 എന്നുള്ളത് ടംബ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇനി ആ ടംബ് എന്ന് പറയുന്ന വേരിയബിളിലെ എലമെൻറ്റിനെ നമ്മുടെ സോർട്ടർ ലിസ്റ്റുള്ള എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യാണ്. കമ്പയർ ടംബ് എന്ന് വെച്ചാൽ 5നെ സോർട്ടർ ലിസ്റ്റിലുള്ള 9ഉമായിട്ട് കമ്പയർ ചെയ്യുക. അതാണ് 5 ലെസ് ദാൻ 9. അപ്പം 9 ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് 5 വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള 9 ഇപ്പോഴുള്ള 9 നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് കോപ്പി ചെയ്യാണ്. ഇപ്പം 0 ഇൻഡെക്സിലുള്ള 9 അതാണ് കോപ്പി ഫസ്റ്റ് എലമെൻറ്റ് ടു ദ റൈറ്റ് ഓഫ് ഹിസ് പൊസിഷൻ. അപ്പോൾ നിങ്ങൾക്കാണ് അത് 9 എന്നുള്ളത് ഇങ്ങോട്ട് കോപ്പി ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, 5 പോയല്ലോ, 5 ഇനി എങ്ങനെ കിട്ടും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടംബ് എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 9 ആയിട്ടുണ്ട്. ഇനി 5 ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു സെല്ലിലേക്ക് ഇനി നമ്മൾ അടുത്ത് 5 സ്റ്റോർ ചെയ്യും. അതാണ് സ്റ്റോർ 5 ഇൻ ടു ദ ഫസ്റ്റ് പൊസിഷൻ. നൗ 2 എലമെൻറ്റ്സ് ആർ ഇൻ ദ സോർട്ടർ ലിസ്റ്റ്. 5ഉം 9ഉം സോർട്ടർ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഇതങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുക. എവിടെയാണോ ഇൻസേർട്ട് ചെയ്യുന്നത് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കും, എന്നിട്ട് അങ്ങോട്ട് ആ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യും. അടുത്ത വീണ്ടും i ഈക്വൽ ടു 2, അടുത്ത 1 എന്നുള്ള എലമെൻറ്റ് എടുക്കുകയാണ്. ടംബ് ഈക്വൽ ടു 1, ടംബിലേക്ക് 1, ARR ഓഫ് 2 1 എന്നുള്ളത് സ്റ്റോർ ചെയ്തു. ഇനി ഈ 1 നമ്മൾ ആദ്യമായിട്ട് ഈ ലെഫ്റ്റിൽ എന്താണ് നമ്മുടെ ഈ സോർട്ടഡ് പാർട്ടിലുള്ള റൈറ്റ് സൈഡിലുള്ള എലമെൻറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് സോർട്ടഡ് ലിസ്റ്റിലുള്ള സോർട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സോർട്ടർ ലിസ്റ്റിൽ റൈറ്റിൽ എന്ന് പറഞ്ഞാൽ 9 ആണ്, ലെഫ്റ്റിൽ 5 ആണ്. അപ്പോൾ ഈ സോർട്ടർ ലിസ്റ്റിൽ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുക.
അപ്പോൾ സോർട്ടഡ് ലിസ്റ്റിലുള്ള റൈറ്റ് എലമെൻറ്റ് 9 1 നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം 1 ലെസ് ദാൻ 9. അപ്പം 9 അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോപ്പി 9 ടു ഇസ് റൈറ്റ് പൊസിഷൻ. 9 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കോപ്പി ചെയ്യുകയാണ്. അതാണ് ഇവിടെ 9 എന്ന് വന്നു. ഇനി വീണ്ടും നമ്മൾ ടംബ് എന്നുള്ള വേരിയബിൾ ഉണ്ട്. ആ ടംബ് എന്നുള്ള വേരിയബിൾ വെച്ചിട്ട് വീണ്ടും 5 ആയിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പം 1 വി ആർ കമ്പയറിങ് 1 വിത്ത് 5, 1 ലെസ് ദാൻ 5. അപ്പോൾ അറിയാം 1 ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത്. 5നെ വീണ്ടും നമ്മൾ കോപ്പി ചെയ്യാണ് ഇങ്ങോട്ട് ഇൻഡെക്സ് 1ലേക്ക്. അതാണ് ഇവിടെ 5 ഇങ്ങോട്ട് കോപ്പി ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഇവിടെയാണ് 1 വരേണ്ടത്. നിങ്ങൾക്കറിയാം ഇങ്ങോട്ട് നമ്മൾ 1നെ സ്റ്റോർ ചെയ്യും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഒരു പൊസിഷൻ ഇൻസേർട്ട് ചെയ്യാനുള്ള എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 എന്നുള്ളിടത്ത് സ്റ്റോർ ചെയ്തു. ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ 4 എടുക്കുകയാണ്. ടംബ് ഈക്വൽ ടു അറേ ഓഫ് ഐ, ആർ ഓഫ് ഐ, 4 സ്റ്റോർ ചെയ്തു. അതിന് 9 ആയിട്ട് ഞാൻ പറഞ്ഞു സോർട്ടഡ് ലിസ്റ്റിലെ റൈറ്റ് മോസ്റ്റ് എലമെൻറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ 9 ടംബിലുള്ള വാല്യൂവിനെ കമ്പയർ ചെയ്തു. 4 ലെസ് ദാൻ 9. ഉടനെ തന്നെ 9 നമ്മൾ ഇപ്പോഴുള്ള ഇൻഡെക്സ് 3യുടെ ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ 4 സ്റ്റോർ ചെയ്തിട്ടുള്ളിടത്ത് നമ്മൾ 9 കോപ്പി ചെയ്തു. വീണ്ടും നമ്മൾ ടംബ് എന്നുള്ള വേരിയബിളിലെ എലമെൻറ്റ് എന്ന് വെച്ചാൽ ടംബ് എന്നുള്ള എലമെൻറ്റ് 4നെ വീണ്ടും 4 ടംബിലുള്ളത്. ആ 4നെ വീണ്ടും നമ്മൾ അടുത്ത എലമെൻ്റ് ആയിട്ടുള്ള 5 ആയിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോഴും അറിയാം 4 ലെസ് ദാൻ 5. എഗെയിൻ കോപ്പി 5 ടു ഇസ് റൈറ്റ് പൊസിഷൻ. 5നെ നമ്മൾ അതിൻ്റെ റൈറ്റ് പൊസിഷനിലേക്ക് കോപ്പി ചെയ്തു. വീണ്ടും നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ നമ്മളുടെ ടംബ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള അടുത്ത എലമെൻറ്റിനെ അടുത്ത മീൻസ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് വരുന്ന എലമെൻറ്റ് 1 1 കമ്പയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 4 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ 1നും ഇപ്പോൾ ഉള്ള പ്രീവിയസ് പറയാം ഈ 1നും 5നും ഇടയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് സ്റ്റോർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരു സ്പേസ് നമ്മൾ ആൾറെഡി ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ആണ് വരുന്നതെങ്കിൽ ഉടനെ തന്നെ ആ പൊസിഷനിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ അങ്ങോട്ട് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് സ്റ്റോർ ടംബ് ഫോർ ടു ദ പൊസിഷൻ ഓഫ് ലെഫ്റ്റ് മോസ്റ്റ് 5 ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് ഏതാണ് വരുന്നത് ആ പൊസിഷനിലേക്ക് എന്ന് വെച്ചാൽ ലെഫ്റ്റ് 2 5 ഇവിടെ വരുന്നുണ്ട്. ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 5ലേക്ക് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുകയാണ്. അതാണ് നൗ 4 എലമെൻറ്റ്സ് ആർ ഇൻ ദ സോർട്ടഡ് ലിസ്റ്റ്. എഗെയിൻ ഇനി നമ്മൾ വീണ്ടും 3 എടുക്കുകയാണ്. ഓരോ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. 3 എന്ന് വെച്ചാൽ ടംബിലുള്ള വാല്യൂ 3 ആണ്. അത് ആദ്യം 9 കമ്പയർ ചെയ്യാണ്. എന്നിട്ട് കോപ്പി 9 കാരണം 3 ലെസ് ദാൻ 9 ആണ്. 9 എന്നുള്ളത് 3യുടെ പൊസിഷനിലേക്ക് നമ്മൾ കോപ്പി ചെയ്തു. വീണ്ടും നമ്മൾ ടംബ് എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ എന്ന് വെച്ചാൽ 3യെ 5 കമ്പയർ ചെയ്യണം. അപ്പോഴും ലെസ് ദാൻ ആണ്. ഉടൻ തന്നെ 5 നമ്മൾ ഇപ്പോൾ ഉള്ള ലെഫ്റ്റ് മോസ്റ്റ് 9ലെ പൊസിഷനിലേക്ക് കോപ്പി ചെയ്തു. അതാണ് ഇവിടെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. വീണ്ടും നമ്മൾ 4 കമ്പയർ ചെയ്യണം. അപ്പോഴും നമുക്കറിയാം 3 ലെസ് ദാൻ 4. വീണ്ടും 4നെയും കമ്പയർ ചെയ്തു. പിന്നെ വരുമ്പോൾ 3 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് പറയാം 1ൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയുള്ള റൈറ്റ് സൈഡിലുള്ള 2 4ൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ആയി വരുന്ന പൊസിഷൻ അവിടെ ഏതാണോ പൊസിഷന് അല്ലെങ്കിൽ ഏതാണോ ലൊക്കേഷൻ അങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് സ്റ്റോർ ചെയ്തു. അതോടുകൂടി തന്നിട്ടുള്ള അറേ സോർട്ടഡ് ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇൻസേർഷൻ സോർട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അൽഗോരിതമാണ് സെറ്റ് i ഈക്വൽ ടു 1 നമ്മൾ പറഞ്ഞു അതാണ്. എന്നിട്ട് 1 by 1 ആയി സെറ്റ് i ലെസ് ദാൻ n തുടക്കം 1ാമത്തെ ഇൻഡെക്സ് മുതൽ ലാസ്റ്റ് ഇൻഡെക്സ് വരെ അതിനൊരു ടംബ് എന്നുള്ള ആ എലമെൻറ്റിനെ ടെമ്പററി വേരിയബിളിലേക്ക് ടംബ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യണം. 1 by 1 അടുത്തത് ജെക്ക് വാല്യൂ കൊടുക്കും. എന്നിട്ട് 1 by 1 ആയിട്ട് ആ എലമെൻറ്റ് ഗ്രേറ്റർ ആണോ സ്മോളർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിനനുസരിച്ച് ഗ്രേറ്റർ ആണെങ്കിൽ ആ എലമെൻറ്റ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എലമെൻറ്റ് ഗ്രേറ്റർ ആണെങ്കിൽ ആ എലമെൻറ്റ് റൈറ്റ് സൈഡിലേക്ക് കോപ്പി ചെയ്യും. വീണ്ടും അടുത്ത എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. അത് റൈറ്റ് സൈഡിലേക്ക് കോപ്പി ചെയ്യും. എപ്പോഴാണോ സ്മോളർ വരുന്നത് അപ്പം ആ സമയത്ത് ലെഫ്റ്റ് മോസ്റ്റ് 2 വാല്യൂസ് അവിടെ 2 സെല്ലിൽ ഒരേ വാല്യൂ 2 സെല്ലിലുണ്ടായിരിക്കും. അതിൽ റൈറ്റ് മോസ്റ്റ് ലൊക്കേഷനിലേക്ക് അത് സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇതിപ്പോൾ എൻ്റയർ ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ഈ ഔട്ടർ ലൂപ്പ് തന്നിട്ടുള്ള ഇന്നർ ലൂപ്പാണ്. ഇതിൽ ഓരോ പ്രാവശ്യം ഓരോ എലമെൻറ്റ് എടുത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടെത്തിയിട്ട് അങ്ങോട്ട് ആ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക സോർട്ടഡ് ലിസ്റ്റിലേക്ക് എന്നുള്ളതിനാണ് ഈ ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ടു ആൾ.